നമസ്കാരം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് വെറും 72 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ഫെബ്രുവരി 9 അമേരിക്കയുമായി ഒപ്പിടാൻ പോകുന്ന വ്യാപാര കരാർ ബംഗ്ലാദേശിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്കും സംശയങ്ങൾക്കും വഴിതെളിയിച്ചിരിക്കുകയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് പകരം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഭരണകൂടം ഇത്രമേൽ തന്ത്രപ്രധാനമായ ഒരു കരാറിൽ ഒപ്പിടുന്നത് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ മൂല്യങ്ങളെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും അദൃശ്യമായ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. കരാറിലെ നിബന്ധനകൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നതും രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഉപരി അമേരിക്കൻ അജണ്ടകൾക്ക് മുൻഗണന നൽകുന്നു എന്നതുമാണ് ഇതിനെതിരെയുള്ള പ്രധാന വിമർശനം. ബംഗ്ലാദേശിന്റെ നട്ടെല്ലായ വസ്ത്രനിർമ്മാണ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര കരാർ വഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി 18% കുറഞ്ഞത് ബംഗ്ലാദേശിനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ അമേരിക്കൻ വിപണിയിലേക്ക് ബംഗ്ലാദേശ് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 20% നികുതി നൽകേണ്ടി വരുന്നുണ്ട്. ഇന്ത്യയുമായി മത്സരിക്കുവാൻ ഈ നികുതി 15% ആക്കണമെന്ന വാശിയിൽ കരാറിലെ ചതിക്കുഴികൾ തിരിച്ചറിയാതെ അധികാരികൾ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 20% കയറ്റുമതി വരുമാനത്തിന്റെ 80% വഹിക്കുന്ന ഒരു മേഖലയെ പണയപ്പെടുത്തിക്കൊണ്ട് ഇത്തരം രഹസ്യ ഇടപാടുകൾ നടത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ കരാറിലെ ഏറ്റവും വലിയ ദുരൂഹത അതിന്റെ രഹസ്യ സ്വഭാവം തന്നെയാണ്. 2025 പകുതിയോടെ മുഹമ്മദ് യൂനിസ് സർക്കാർ അമേരിക്കയുമായി ഒപ്പിട്ട നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് പ്രകാരം കരാറിലെ ഒരൊറ്റ വഴി പോലും പുറം ലോകത്തെ അറിയിക്കാൻ പാടില്ല. പാർലമെന്റിലോ വ്യവസായ പ്രമുഖർക്കിടയിലോ ചർച്ച ചെയ്യാതെ ജനവിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടത്തുന്ന ഈ നീക്കം വരാനിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ കൈകൾ കെട്ടിടാനുള്ള ഗൂഢ ശ്രമമാണ്. അമേരിക്കയിൽ നിന്നുള്ള വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും ബംഗ്ലാദേശ് വിപണി യാതൊരു നിബന്ധനകളും ഇല്ലാതെ തുറന്നു കൊടുക്കേണ്ടി വരുമെന്ന വാർത്തകൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. സ്വന്തം രാജ്യത്തെ പരിശോധനകൾ പോലും ഒഴിവാക്കി വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പരവതാനി വിരിക്കുന്നത് ആഭ്യന്തര വിപണിയെ തകർക്കുവാൻ മാത്രമേ സഹായിക്കൂ. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ചൈനയുമായുള്ള വ്യാപാര ബന്ധം കുറയ്ക്കണമെന്ന നിബന്ധന കരാറിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിനെ ഒരു ആഗോള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ സംശയമില്ല. ഒരു ഇടക്കാല ഭരണകൂടത്തിന് ഇത്തരം വിദേശ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് അവകാശമാണുള്ളതെന്ന സാമ്പത്തിക വിദഗ്ധരുടെ ചോദ്യം പ്രസക്തമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ദശലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെയും ബാധിക്കുന്ന ഇത്തരം ഗൗരവകരമായ ഒരു വിഷയം ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വിട്ടുനൽകുന്നതിന് പകരം തിരക്കിട്ട് നടപ്പാക്കുന്നത് ബംഗ്ലാദേശിനെ മറ്റൊരു സാമ്പത്തിക അടിമത്തത്തിലേക്ക് നയിച്ചേക്കാം. സുതാര്യതയില്ലാത്ത ഇത്തരം നീക്കങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാവി ഇരുളടഞ്ഞതാക്കുമെന്നതിൽ സംശയമൊട്ടും തന്നെയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.